Good morning, dear students. The next video is about thyroid gland. അപ്പോൾ നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ പറ്റി ആൻറ്റീരിയറും പോസ്റ്റീരിയറും എല്ലാം പറഞ്ഞു, അതിൻ്റെ ഹോർമോണൽ ആക്ഷൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഇസ് ദി തൈറോയ്ഡ് ഗ്ലാൻഡ്. തൈറോയ്ഡ് ഗ്ലാൻഡ് ഇറ്റ്സ് ഷേപ്പ് ഇസ് ആക്ച്വലി എ ബട്ടർഫ്ലൈ ഷേപ്ഡ്. ഞാനതിൻ്റെ പിക്ചർ കാണിച്ചു തരാം. ബട്ടർഫ്ലൈ ഷേപ്ഡ് ആൻഡ് ഇറ്റ്സ് പൊസിഷൻ ജസ്റ്റ് ഇൻഫീരിയർ ടു ദി ലാരിങ്സ്. നമ്മുടെ കഴുത്തിൻ്റെ പൊസിഷനിലായിട്ടാണ് ഏതാണ്ട് ഇത് വരുന്നത്. പിന്നെ it is having two lateral lobes, one right and left lateral lobes, and trachea നമ്മുടെ കഴുത്തിൻ്റെ കൂടി പോകുന്ന ട്രക്കിയയുടെ രണ്ട് സൈഡിലായിട്ടാണ് ഈ രണ്ട് ലോബും കാണുന്നത്. ലാറ്ററൽ സൈഡ്സിലോട്ട് എന്ന് വെച്ചാൽ രണ്ട് സൈഡിലേക്കും കാണുന്നു. ദെൻ അതിനെ കണക്ട് ചെയ്യുന്ന കണക്ഷനെയാണ് നമ്മൾ ഇസ്മസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ രണ്ട് ലാറ്ററൽ ലോബിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന മിഡിലോട്ടേക്ക് ട്രക്കിയായിട്ട് കണക്ട് ചെയ്യുന്ന കണക്ഷനെയാണ് we are calling it as isthmus. I'll show you the picture of thyroid gland. Okay, this is the thyroid gland. നമ്മുടെ ട്രക്കിയയുടെ രണ്ട് സൈഡിലേക്കും ടു ലാറ്ററൽ സൈഡ്സിലോട്ടേക്കാണ് ലോബ്സ് കാണുന്നത്. ആ മിഡിൽ പോർഷനാണ് ഇസ്തമസ് എന്ന് പറയാം. തൈറോയ്ഡ് ഗ്ലാൻഡ്, ട്രക്കിയ, നമ്മുടെ ക്ലാവിക്കിൾ കാണുന്നുണ്ടല്ലോ, ബ്യൂട്ടി ബോൺ, അതിൻ്റെ എല്ലാം മുകളിലായിട്ടാണ് വരുന്നത് സ്റ്റേർണം. ദെൻ നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ കൂടെ തന്നെ ഒരു പാരാതൈറോയിഡും കാണാം. അതിൻ്റെ കൂടെ തന്നെ കാണുന്ന ഒരു ഗ്ലാൻഡാണ് പാരാതൈറോയിഡ്, തൈറോയിഡിൻ്റെ അകത്ത്. ഓക്കെ, സോ ദിസ് ഇസ് ദി പോർഷൻ ആൻഡ് ദ പൊസിഷൻ ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. ദെൻ ചില ആൾക്കാരിൽ അതിനൊരു അല്ലെങ്കിൽ ഒരു 50% ഓഫ് ദ പീപ്പിൾ ഹാവിങ് എ തേർഡ് ലോബ് ദാറ്റ് ഈസ് നോൺ ആസ് പിരമിഡൽ ലോബ്. അത് എല്ലാവരിലും കാണുന്നില്ല, റെയറായിട്ട് മാത്രമേ ആ തേർഡ് ലോബായ പിരമിഡൽ ലോബ് കാണുന്നുള്ളൂ. ഓക്കെ, ദെൻ അതിൻ്റെ ഒരു നോർമൽ മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 30 gram ആണ് ഒരു തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ മാസ് എന്ന് പറയുന്നത്. ദെൻ ഇതിനകത്തുള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ്, ദേ ആർ തൈറോയ്ഡ് ഫോളിക്കിൾസ് എന്ന് പറഞ്ഞാൽ സ്പെരിക്കൽ സാക്സ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്. അതും ഞാൻ നിങ്ങൾക്ക് പിക്ചർ കാണിച്ചു തരാം എന്താണ് ഫോളിക്കിൾ സെൽസ് എന്ന്. നമ്മളൊരു തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് കാണുക. ഇങ്ങനത്തെ റൗണ്ട് ആയിട്ടുള്ള ഒരുപാട് സെൽസാണ് ഉണ്ടാവുക. ആ റൗണ്ട് ആയിട്ടുള്ള സെൽസിനെയാണ് നമ്മൾ പറഞ്ഞത് തൈറോയ്ഡ് ഫോളിക്കിൾ എന്ന് പറയുന്നത്. ഈ തൈറോയ്ഡ് ഫോളിക്കിളും അതുപോലെ തന്നെ ഫോളിക്കുലാർ സെൽസ് കാണുന്നുണ്ട് ഏറ്റവും മുകളിൽ. ഫോളിക്കുലാർ സെൽസ് ഓഫ് ഈ ഫോളിക്കുലാർ സെൽസും ഈ തൈറോയ്ഡ് ഫോളിക്കിൾസും ഇവരാണ് ആക്ച്വലി നമ്മുടെ T3 T4 അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ദേ ആർ ദി ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം ഈ തൈറോയ്ഡ് ഫോളിക്കിൾ. ഓക്കെ, ഈ ഫോളിക്കിൾ ഇങ്ങനെ ഉണ്ടാവും. ഈ ഫോളിക്കിളിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ചെറിയ ചെറിയ ബ്ലഡ് വെസൽസിനെ കാണാം. വൺ മോർ പിക്ചർ ഐ ക്യാൻ ഷോ യു. ഇതിനകത്ത് കാണുന്നുണ്ടോ, ഈ റെഡ് കളറിൽ കാണുന്നതാണ് ബ്ലഡ് കാപ്പിലറീസ്. ഓക്കെ, then the follicular cells that secrete thyroxine, I will explain. Then this is thyroid follicle. ഈ ഒരു പിക്ചർ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, നിങ്ങളത് പിക്ചർ നോട്ടിൽ അതോടേക്ക് വരയ്ക്കണം. തൈറോയ്ഡ് ഫോളിക്കിൾ. ദെൻ ഇതിൻ്റെ മുകളിൽ തൈറോയ്ഡ് ഫോളിക്കിൾ അല്ലാതെ ഒരു സ്പെഷ്യൽ ടൈപ്പ് സെൽസും കൂടി ഉണ്ട്, ദാറ്റ് ഈസ് സി സെൽസ് എന്ന് പറയാം, അല്ലെങ്കിൽ അതിന് പാരാ ഫോളിക്കുലാർ സെൽസ്. നമ്മുടെ ഫോളിക്കുലാർ സെൽസിൻ്റെ സൈഡിൽ കാണുന്ന സെൽസാണ്. സോ ദേ ആർ നോൺ ആസ് പാരാ ഫോളിക്കുലാർ സെൽസ്. ദാറ്റ് സെൽസ് സെക്രീറ്റ് കാൽസിറ്റോണിൻ, പേര് തന്നെയാണ് കാൽസി. സോ ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ഫോർ ദി മെയിൻ്റനൻസ് ഓഫ് കാൽഷ്യം ഇൻ ആ ബോഡി. നമ്മുടെ കാൽഷ്യത്തിൻ്റെ ഹോമിയോസ്റ്റാസിസിന് വേണ്ടിയാണ് ആക്ച്വലി ഈ സി സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന കാൽസിറ്റോണിൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഫോളിക്കുലാർ സെൽസ് അല്ലെങ്കിൽ തൈറോയ്ഡ് ഫോളിക്കിൾ. അതിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ. ദെൻ പറഞ്ഞു അതിൻ്റെ വെയിറ്റ് പറഞ്ഞു 30 gram. പിന്നെ നമ്മൾ തൈറോയിഡെക്ടോമിക്ക് ചെയ്യാറുണ്ട്. അത് ചില കേസിൽ തൈറോയിഡിൻ്റെ ലെവൽ കൂടുകയാണെങ്കിൽ ഒരു ചെറിയ പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയാൽ നമുക്ക് ബോഡിക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാവാറില്ല. ഓക്കെ, ദെൻ ഈ ഫോളിക്കുലാർ സെൽസ് നേരത്തെ കാണിച്ചിരുന്ന ഫോളിക്കുലാർ സെൽസ് രണ്ട് ടൈപ്പ് ഓഫ് ഹോർമോൺസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊഡ്യൂസസ് 2 hormones, that is thyroxine. The another name is tetraiodothyronin. NINE 9 ആണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ടെട്രാ അയോഡോതൈറോണിൻ, or it is also known as T4. ടെട്രാ
ടെട്ര എന്ന് പറഞ്ഞാൽ 4 എന്നാണ്. ടെട്രാ അയോഡോ 4 അയഡിനുള്ള ടൈറോണിൻ, അതാണ് അതിൻ്റെ മീനിങ്. ടെട്രാ അയോഡോ ടൈറോണിൻ ആൻഡ് ട്രൈ അയോഡോ ടൈറോണിൻ. ട്രൈ അയോഡോ ടൈറോണിൻ ഇസ് T3. സോ 2 ഹോർമോൺസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക, T3 ആൻഡ് T4. T3ക്ക് ഒറ്റ പേരേ ഉള്ളൂ, ദാറ്റ് ഇസ് ട്രൈ അയോഡോ തൈറോണിൻ. T4നാണെങ്കിൽ ടെട്രാ അയോഡോ തൈറോണിൻ ഓർ തൈറോക്സിൻ. ഓക്കെ, ഒരേ പേര് ടെട്ര ഓർ ട്രൈ, അത് വരുമ്പോൾ തൈറോണിൻ NINE ആണ് ലാസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ T4ന് മാത്രമേ തൈറോക്സിൻ എന്ന് പറഞ്ഞൊരു പേരുള്ളൂ, ദാറ്റ് ഇസ് XINE ആണ് ലാസ്റ്റ് വരിക, എഴുതുമ്പോൾ തെറ്റിപ്പോകരുത്. ഓക്കെ, ഈ T4 T3 എന്ന് നമ്മൾ പറഞ്ഞത് നമ്പർ ഓഫ് അയഡിൻ ആറ്റം വെച്ചിട്ടാണ്. ആ ഒരു ഹോർമോണിൻ്റെ മുകളിൽ, ഒരു മോളിക്യൂളിൻ്റെ മുകളിൽ എത്ര അയഡിൻ ആറ്റം വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ T3 ഈസ് ഹാവിങ് 3 അയഡിൻ മോളിക്യൂൾ ആൻഡ് T4 ഈസ് ഹാവിങ് 4 അയോഡിൻ മോളിക്യൂൾ. ഓക്കെ, ഈ T3നെയും T4നെയും നമ്മൾ ടുഗെദർ പറയുന്ന പേരാണ് തൈറോയ്ഡ് ഹോർമോൺ. പാരാഫോളിക്കുലർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാൽസിറ്റോണിനെ നമ്മൾ തൈറോയ്ഡ് ഹോർമോണായിട്ട് കൂട്ടുന്നില്ല, തൈറോയ്ഡ് ഹോർമോൺ എന്ന് പറയുന്നില്ല, പക്ഷേ തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് ഫോർ ദി കാൽഷ്യം homeostasis. So it produces actually 3 hormones, T3, T4 and calcitonin. അതിനെ T3നെയും T4നെയും ടുഗദർലിയാണ് നമ്മൾ പറയുന്നത് തൈറോയ്ഡ് ഹോർമോൺ. ആൻഡ് C cells produces calcitonin, that is helping for the calcium homeostasis. ഓക്കെ, ദെൻ ഇത് എങ്ങനെയാണ് T3നെയും T4നെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിന് ഒരു സ്റ്റെപ്പ് വൈസ് പ്രോസസ്സാണ്. ഇത് ഒത്തിരി തവണ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ നന്നായിട്ട് നിങ്ങളിത് പഠിക്കണം. സോ ദാറ്റ് ഈസ് ദ ഹെഡിങ്, ഫോർമേഷൻ, സ്റ്റോറേജ് ആൻഡ് റിലീസ് ഓഫ് തൈറോയ്ഡ് ഹോർമോൺ. എങ്ങനെ ഫോം ചെയ്യുന്നു, എവിടെ സ്റ്റോർ ചെയ്യുന്നു, എപ്പോൾ ഇത് റിലീസ് ചെയ്യുന്നു, ആരിതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, ഇത്രയും കാര്യം നമ്മൾ പഠിക്കണം. ഓക്കെ, പിന്നെ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദി ഓൺലി ഗ്ലാൻഡ് ദാറ്റ് സ്റ്റോർ ഇറ്റ് പ്രോഡക്ട്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. ബാക്കി എല്ലാ ഹോർമോണും എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് മാത്രം റിലീസ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, കുറച്ച് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ കേസിലാണെങ്കിൽ ഒരുപാട് ഹോർമോൺ എന്ത് ചെയ്യും, ഇവർ ഈ ഫോളിക്കിൾസിനകത്ത് കീപ്പ് ചെയ്യും അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യും. പിന്നെ ആവശ്യമുള്ളപ്പോൾ മാത്രം അതിനെ പുറത്തോട്ടേക്ക് എക്സോസൈറ്റോസിസ് വഴി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടാവുന്ന പ്രോസസ്സ്, ദ ഫസ്റ്റ് വൺ ഈസ് അയഡിൻ ട്രാപ്പിംഗ്. അയഡിൻ ട്രാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അയഡിൻ, നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് നിന്നൊക്കെ കിട്ടുന്ന അയഡിൻ നമ്മളെ ബ്ലഡ് കൂടെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഈ പാസ് ചെയ്യുന്ന, ഇവിടെ ഒരു പിക്ചർ ഉണ്ട്, ഈ ബ്ലഡിനകത്ത് കൂടെ പാസ് ചെയ്യുന്ന അയഡിനെ നമുക്ക് എന്ത് ചെയ്യണം, തൈറോയ്ഡ് ഗ്ലാൻഡ് ട്രാപ്പ് ചെയ്യണം. ഓക്കെ, തൈറോയ്ഡ് ഫോളിക്കുലർ സെൽസ് ട്രാപ്പ് ആക്റ്റീവ്ലി അയഡിൻ അയോൺസ്. ട്രാപ്പ് ആക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വിത്ത് ദി ഹെൽപ്പ് ഓഫ് ATP മോളിക്യൂൾസ്. സോ ഈ ATP മോളിക്യൂൾസിൻ്റെ പ്രസൻസോടുകൂടി നമ്മുടെ കണ്ടോ, വേറൊരു പിക്ചർ കാണിച്ചാൽ കുറച്ചും കൂടെ നന്നായിട്ട്. ദിസ് ഈസ് ഈ റെഡിൽ കാണുന്നതാണ് ബ്ലഡ് വെസൽ, ഗ്രീനിൽ കാണുന്നത് ഫോളിക്കുലർ സെൽസ്. ഞാൻ ഈ ബ്ലാക്കിൽ എഴുതിയേക്കുന്നത് ഈ ബ്ലഡ് വെസലിനകത്ത് കൂടെ പോകുന്ന അയഡിൻ ഈ ഫോളിക്കുലർ സെൽസിനകത്തോട്ടേക്കാണ് ട്രാപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുകയാണ് ചെയ്യുക. ഈ പാസ് ചെയ്യുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ATP മോളിക്യൂൾ, അതിനെയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബ്ലഡ് വെസലിനകത്തുള്ള അയഡിൻ എവിടെ എത്തും, നമ്മുടെ ഫോളിക്കുലർ സെൽസിൻ്റെ അകത്തോട്ടേക്ക് ആക്റ്റീവ്ലി പാസ് ചെയ്തെത്തും. ഓക്കെ, രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുകയാണെങ്കിൽ സിന്തസിസ് ഓഫ് തൈറോഗ്ലോബുലിൻ, TGB. തൈറോഗ്ലോബുലിൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ആക്ച്വലി ഈ തൈറോഗ്ലോബുലിൻ എന്ന് പറയുന്നത് ഒരു ഗ്ലൈക്കോ പ്രോട്ടീനാണ്. ഗ്ലൈക്കോ പ്രോട്ടീൻ പേര് തന്നെ ഉണ്ട്, ഗ്ലൈക്കോ. ഇറ്റ് ഈസ് ഫോർ ദി ഗ്ലൂക്കോസ് ആൻഡ് പ്രോട്ടീൻ. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് പ്രോട്ടീൻ. ഗ്ലൂക്കോസിൻ്റെയും പ്രോട്ടീൻ്റെയും ഒരു കമ്പൈൻഡ് ഫോമാണ് ആര്, തൈറോഗ്ലോബുലിൻ. ഓക്കെ, ഇറ്റ്സ് എ ലാർജ് തൈറോഗ്ലോബുലിൻ പ്രൊഡ്യൂസ്ഡ് ഇൻ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഓഫ് ഫോളിക്കിൾ സെൽസ്. ഈ ഫോളിക്കിൾ സെൽസിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കുറേ സെൽ ഓർഗനൽസിനെ പറ്റിയിട്ടെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സെൽ ഓർഗനൽസിൽ കാണുന്ന ഒരു ഓർഗനലാണല്ലോ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതിൽ സ്മൂത്തും ഉണ്ട് റഫും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അവർ പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യാറ്. സോ ഇവിടെ നമ്മൾ പറയുന്നത് അങ്ങനെ തന്നെയാണല്ലോ, ഇറ്റ് ഈസ് ഗ്ലൈക്കോ പ്രോട്ടീൻ. സോ ഈ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്ലൈക്കോ പ്രോട്ടീനാണ് തൈറോഗ്ലോബുലിൻ. ഓക്കെ, സോ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഓഫ് ദ ഫോളിക്കിൾ സെൽ പ്രൊഡ്യൂസസ് വാട്ട്, തൈറോഗ്ലോബുലിൻ. ഓക്കെ, ഈ തൈറോഗ്ലോബുലിനും എവിടെയായിരിക്കും, ദാറ്റ് ഈസ് ഓൾസോ പാക്ഡ് ഇൻ ദി സെക്രീറ്ററി വെസിക്കിൾസ്. അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സെക്രീറ്ററി വെസിക്കിൾസിനകത്ത് അത് ഉണ്ടാവും, അല്ലെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കും.
ദെൻ ആവശ്യമുള്ളപ്പോൾ എന്ത് ചെയ്യും, അത് എക്സോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്തിട്ട് പുറത്തോട്ടേക്ക് റിലീസ് ചെയ്യും. ഇവിടെ പുറത്തേക്ക് തരാണെങ്കിൽ ഈ ഉള്ളിൽ കാണുന്ന ല്യൂമൻ ഇല്ലേ, ആ ല്യൂമൻ്റെ ഉള്ളിലോട്ടേക്കാണ് ഇവർ റിലീസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, റിലീസ് ദിസ് തൈറോഗ്ലോബുലിൻ ഇൻ ടു ല്യൂമൻ ഓഫ് ദ ഫോളിക്കിൾ. സോ റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം സിന്തസൈസ് ചെയ്യുന്ന ഈ ഗ്ലൈക്കോ പ്രോട്ടീനായ തൈറോഗ്ലോബുലിൻ അവിടെ സെക്രട്ടറി വെസിക്കിൾസിനകത്ത് പ്രസൻ്റ് ആയിരിക്കും. എന്നിട്ട് ആവശ്യമുള്ളപ്പം എക്സോസൈറ്റോസിസ് നടക്കും. അപ്പോൾ ആ സെല്ല് ബ്രേക്ക് ചെയ്തിട്ട് തൈറോഗ്ലോബുലിൻ ഈ ല്യൂമൻ്റെ ഉള്ളിലോട്ടേക്ക് പാസ് ചെയ്യും. Okay, that is the second process. And the third one is oxidation of iodide. Oxidation of iodide എന്ന് പറയുമ്പോൾ അത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി ഈ അയഡിൻ മോളിക്യൂളിനെ നമ്മൾ ട്രാപ്പ് ചെയ്യുന്നത് I- അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ചാർജുള്ള ഒരു അയഡിനായിട്ടാണ് ബ്ലഡിനകത്തുനിന്ന് എങ്ങോട്ടേക്ക് ഫോളിക്കിൾ സെൽസ് ട്രാപ്പ് ചെയ്യുന്നത്. പക്ഷേ അതിന് ആ ചാർജുള്ള അയഡിൻ മോളിക്യൂളിന് ടൈറോസിനുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. ടൈറോസിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ TGBനെ പറഞ്ഞല്ലോ, തൈറോഗ്ലോബുലിൻ. ഈ തൈറോഗ്ലോബുലിൻ്റെ മുകളിലുള്ള ഒരു ചെറിയ അമിനോ ആസിഡാണ് ടൈറോസിൻ. ഈ ടൈറോസിൻ്റെ മുകളിലാണ് ആക്ച്വലി നമ്മൾ നേരത്തെ പിടിച്ച അയഡിൻ എന്ത് ചെയ്യേണ്ടത്, ബൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ബൈൻഡ് ചെയ്യണമെങ്കിൽ അയഡിന് നമ്മൾ ട്രാപ്പ് ചെയ്ത അതേ ഫോമിൽ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല, I- ആയിട്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം, അതിൻ്റെ ചാർജ് പോയിട്ട് അത് I2 ഫോമിലോട്ടേക്ക് ആവണം. അതിനാണ് ആക്ച്വലി നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുക. സോ 2I- എന്ത് പറ്റും, I2 ആയിട്ട് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു അയോഡിൻ മോളിക്യൂളായിട്ട് മാറും. ഈ അയോഡിൻ മോളിക്യൂളിന് എന്ത് ചെയ്യാം, ഈ ല്യൂമൻ്റെ ഉള്ളിലോട്ടേക്ക് പാസ് ചെയ്യാനും ടൈറോസിൻ്റെ മുകളിൽ പോയിട്ട് ഈ ടൈറോസിൻ്റെ മുകളിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യാനും പറ്റും. ഓക്കെ, അല്ലാതെ അതിന് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ ചാർജ് മാറിയിട്ട് അതിന് പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിലോട്ടേക്കായിട്ട് മാറുന്ന പ്രോസസ്സിനാണ് നമ്മൾ പറയുന്നത് എന്താ, ഓക്സിഡേഷൻ ഓഫ് അയോഡൈഡ് മോളിക്യൂൾ എന്ന്. അത് ഓക്സിഡൈസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ടൈറോസിൻ്റെ മുകളിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യണം അയഡിൻ. തൈറോസിൻ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡാണ് തൈറോഗ്ലോബുലിൻ്റെ മുകളിലുള്ള. തൈറോഗ്ലോബുലിൻ വന്നത് ഓർമ്മയുണ്ടല്ലോ, ഫോളിക്കുലർ സെൽസിൻ്റെ റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത ആളെ ല്യൂമനിലോട്ടേക്ക് വന്നു. ആ ല്യൂമനിലോട്ടേക്ക് തന്നെയാണ് ആരും വരുന്നത്, അയഡിനും വരുന്നത്. സോ അയഡിനെ അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ചാർജ് പോവണം, അതിനുവേണ്ടി അതിന് ഓക്സിഡേഷൻ നടക്കും, എന്നിട്ട് I2 ആയിട്ട് മാറും. ദാറ്റ് I2 ആണ് ടൈറോസിനായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ദെൻ ദി നെക്സ്റ്റ് പ്രോസസ്സ് ഇസ് അയോഡിനേഷൻ ഓഫ് ടൈറോസിൻ. എങ്ങനെയാണത് ടൈറോസിനുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അഡീഷൻ ഓഫ് അയഡിൻ. അപ്പോൾ അയഡിൻ മോളിക്യൂൾ I2 ആയിട്ടാണ് ടൈറോസിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യുക. സോ ഒരു അയഡിനാണ് പോയിട്ട് ഒരു മോളിക്യൂളാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് മോണോ അയഡോ ടൈറോസിൻ. 2 അയഡിൻ മോളിക്യൂൾ പോയിട്ടാണ് ടൈറോസിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് നോൺ ആസ് ഡൈ അയോഡോ ടൈറോസിൻ. ഓക്കെ, സോ മോണോ അയഡോ ടൈറോസിനും ഡൈ അയഡോ ടൈറോസിനും മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന മോണോ അയഡോ ആൻഡ് ഡൈ അയഡോ ടൈറോസിൻ ഇവരെന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അല്ലെങ്കിൽ ആ സ്റ്റിക്കി ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മുടെ കൊളോയിഡ് എന്ന് അതിനെ പറയാം. ഈ കൊളോയിഡ് സ്റ്റോർ ചെയ്യുന്നത് ല്യൂമൻ ഓഫ് ദി ഫോളിക്കിളിലാണ് കൊളോയിഡ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഇവിടെ ഈ നടുക്ക് കാണുന്ന ല്യൂമനിലാണ്, അല്ലെങ്കിൽ അവിടെയാണ് കൊളോയിഡ് എന്ന് പറയുന്ന ഈ സാധനം സ്റ്റോർ ചെയ്യുക. അതൊരു ഹൈലി സ്റ്റിക്കി ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഓക്കെ, ദാറ്റ് ഇസ് മോണോ അയഡോ ടൈറോസിൻ ആൻഡ് ഡൈ അയഡോ ടൈറോസിൻ. ഒരു അയഡിൻ മോളിക്യൂൾ അല്ലെങ്കിൽ 2 അയഡിൻ മോളിക്യൂൾ വന്നിട്ട് ടൈറോസിൻ്റെ മുകളിലാണ് പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ ദ ഫിഫ്ത്ത് വൺ ഇസ് കപ്ലിംഗ് ഓഫ് T1 ആൻഡ് T2. നമ്മളിവിടെ ഉണ്ടാക്കിയത് T1ഉം T2ഉം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, T3 T4 ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ കപ്ലിംഗ് അല്ലെങ്കിൽ ഉണ്ടായ T1ഉം T2ഉം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് T3 T4 ഉണ്ടാകുന്നത്. ഇത് സിമ്പിൾ മാത്സ് നിങ്ങൾ ഓർത്താൽ മതി. 2 + 1 3, 2 + 2 4, അത്രയേ ഉള്ളൂ. സോ 2 T2 മോളിക്യൂൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു T4ഉം ഒരു T2യും ഒരു T1ഉം കൂടി അറ്റാച്ച് ചെയ്തിട്ട് T3യും ഉണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും T1ഉം കൂടെ കൂടിയിട്ട് T2 ഉണ്ടാവുമെന്ന്. ഇല്ല, കാരണം T2 ഓൾറെഡി ഡൈ അയഡോ ആയിട്ട് 2 അയഡിൻ മോളിക്യൂൾ അറ്റാച്ച് ചെയ്തിട്ട് ഉണ്ടാവുന്നുണ്ട്, അല്ലാതെ 1ഉം കൂടെ കൂടിയിട്ട് 2 ഉണ്ടാവണില്ല.
Okay, so T2 and T1 combined to form T3, T2 and T2 combined to form T4. That is the coupling of T1 and T2. എന്നിട്ട് അതിനെ എവിടെയാണ് വെക്കുന്നത്? നേരത്തെ പറഞ്ഞു T1 T2 T3 T4 ഉണ്ടാവും. കൊളോയിഡ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. ദെൻ സിക്സ്ത് പ്രോസസ്സ് സ്പിനോസൈറ്റോസിസ് ആൻഡ് ഡൈജഷൻ ഓഫ് കൊളോയിഡ്. കൊളോയിഡ് ഉള്ളത് സെൻട്രലാണെന്ന് പറഞ്ഞു, ല്യൂമനിലാണെന്ന് പറഞ്ഞു. പിനോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് ഡ്രിങ്കിങ് പ്രോസസ്സ്. അപ്പോൾ ഈ കൊളോയിഡ് എന്ത് ചെയ്യണം? തിരിച്ച് നമ്മളുടെ ഫോളിക്കുലാർ സെൽസിലോട്ടേക്ക് തന്നെ കയറി പോകണം, ഈ ഗ്രീനിൽ വരച്ചേക്കുന്നത്. ഓക്കെ, ആ പ്രോസസ്സിനാണ് നമ്മൾ പറയുന്നത് പിനോസൈറ്റോസിസ്. കാരണം ഇത് ഒരു കൊളോയിഡ്, ഒരു ലിക്വിഡ് ഫോമിലായതിനെ കൊണ്ടാണ് അതിന് നമ്മൾ പിനോസൈറ്റോസിസ്. സെൽ ഡ്രിങ്കിങ് ആണ് പിനോസൈറ്റോസിസ്. ഓക്കെ, കൊളോയിഡ് ആക്ച്വലി റീ എൻറ്റർ ഇൻ ടു ദി ഫോളിക്കിൾ സെൽസ്. നേരത്തെ പിക്ചറിൽ കാണിച്ചു, ഇത് തിരിച്ച് മുകളിലോട്ടേക്ക് തന്നെ കയറിപ്പോവും ഓരോ സെല്ലിൻ്റെ ഉള്ളിലോട്ടേക്കും. ബാക്കി അവിടെ നിന്നാണ് പ്രോസസ്സ് നടക്കുന്നത്. ദെൻ അവിടെ എന്തെത്തും? അപ്പോൾ ഈ കൊളോയിഡ് എങ്ങോട്ടേക്ക് പോയി? ആ മുകളിലുള്ള സെല്ലിൻ്റെ മുകളിലോട്ടേക്ക് പാസ് ചെയ്തു. ആ സെല്ലിൻ്റെ അകത്ത് ലൈസോസോംസ്, നമ്മൾ നോർമലി ഓരോ സെല്ലിൻ്റെ ഉള്ളിലുള്ള ഓർഗനൽസ് പോലെ ഈ സെല്ലിലും ഓർഗനൽസ് പ്രസൻ്റ് ആണ്. ദാറ്റ് ഇസ് ലൈസോസോംസ്. ലൈസോസോംസിൻ്റെ അകത്ത് ഇഷ്ടംപോലെ എൻസൈംസ് പ്രസൻ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ പ്രൊഡ്യൂസിങ് മച്ച് മോർ എമൗണ്ട് ഓഫ് ഡൈജസ്റ്റീവ് എൻസൈംസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൊളോയിഡ് നേരെ മുകളിലേക്ക് കയറിപ്പോയി. ഈ കൊളോയിഡിൻ്റെ മുകളിൽ തൈറോഗ്ലോബുലിൻ ഉണ്ട്. തൈറോഗ്ലോബുലിൻ്റെ മുകളിലാണ് ടൈറോസിൻ്റെ മുകളിലാണ് T1 T2 അറ്റാച്ച് ചെയ്തത്. ആ T1 T2 കപ്പിൾ ചെയ്തിട്ട് T3 T4 ആയിട്ട് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ T3നെയും T4നെയും കൂടി നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യണം? ഡിറ്റാച്ച് ചെയ്തിട്ട് മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ ഈ തൈറോഗ്ലോബുലിനെ മുകളിൽ ആര് വരും? ഈ ഡൈജസ്റ്റീവ് എൻസൈംസ് വന്നിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് T3നെയും T4നെയും മാത്രം സെപ്പറേറ്റ് ചെയ്യും. ബാക്കിയുള്ള ആൾ അതേപോലെ തന്നെ നിൽക്കുകയും ചെയ്യും. കാരണം നമ്മളെ ബോഡിക്ക് വേണ്ടത് T3യും T4ഉം മാത്രമാണ്. ഓക്കെ, എന്നിട്ട് തൈറോഗ്ലോബുലിൻ ഫ്രീ ആവുകയും ചെയ്യും. കാരണം ഈ ഫ്രീ ആയ തൈറോഗ്ലോബുലിൻ്റെ മുകളിൽ ഇനിയും എന്ത് ചെയ്യും? വേറെ അയഡിൻ ആറ്റത്തിന് വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ട് വീണ്ടും T3 T4 ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിനെ നമുക്ക് റീയൂട്ടിലൈസ് ചെയ്യാം ബോഡിക്കകത്ത്. ഓക്കെ, സോ ദിസ് ലൈസോസോമൽ ഡൈജസ്റ്റീവ് എൻസൈംസ് ആക്ട് ഓൺ ദ TGB ആൻഡ് ഇറ്റ് റിലീസ് ഓൺലി ദ T3 ആൻഡ് T4. ഓക്കെ, അതാ. സോ സെവൻത്ത് വൺ ഇസ് സെക്രീഷൻ ഓഫ് തൈറോയിഡ് ഹോർമോൺ. അപ്പോൾ T3 T4 ആയിട്ട് നിൽക്കുകയാണ്. ഈ T3 T4 ലിപ്പിഡ് സോലുബിളാണ്. ലിപ്പിഡ് സോലുബിൾ ആകുമ്പം അതിന് ഡയറക്റ്റ്ലി ബ്ലഡിലോട്ടേക്ക് വന്നിട്ട് പാസ് ചെയ്യാൻ പറ്റില്ല. അതിന് ആര് വേണം? ഒരു ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ്റെ ഹെൽപ്പ് വേണം. സോ ഫസ്റ്റ്ലി ഇറ്റ് എൻറ്റർ ഇൻ ടു ദ പ്ലാസ്മ മെംബ്രെയിൻ, ദെൻ ഇൻ ടു ദി ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്, ദെൻ ടുവാർഡ്സ് ദി ബ്ലഡ്. ഈ ബ്ലൂവിൽ കാണുന്ന സെല്ലിലാണ് ഉണ്ടാവുന്നത്. ഗ്രീനിൽ വരച്ചേക്കുന്നത് ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്, റെഡിൽ കാണുന്നത് ബ്ലഡ് വെസൽ. സോ ഇവിടുന്ന് ഇത്രയും പോർഷൻ അത് പാസ് ചെയ്തിട്ട് വേണം ബ്ലഡ് വെസലിൻ്റെ അകത്ത് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെ അത് ബ്ലഡ് വെസലിൻ്റെ അകത്ത് എത്തും. ദെൻ ബ്ലഡ് വെസലിനകത്ത് എത്തിയാൽ ബ്ലഡ് വെസലിൽ എന്ത് വേണം? അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ട്രാൻസ്പോർട്ടിംഗ് പ്രോട്ടീൻസ് ആവശ്യമാണ്. കാണുന്നുണ്ടല്ലോ, പിക്ചർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് ദ പിക്ചർ. ഈ ബ്ലൂ ലൈൻസിൽ കാണിക്കുന്നത് അതിൻ്റെ മെംബ്രെയിനാണ്. സോ പ്ലാസ്മ മെംബ്രെയിനെ അത് സുഖമായിട്ട് ക്രോസ് ചെയ്യും, ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിനകത്തെത്തും, ഗ്രീൻ കളറിൽ കാണുന്ന, ദെൻ ബ്ലഡിലോട്ടേക്ക് എത്തും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ട്രാൻസ്പോർട്ട് ഇൻ ബ്ലഡ്. ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ തൈറോസിൻ ബൈൻഡിങ് ഗ്ലോബുലിൻ, ദാറ്റ് ഇസ് TBG. നിങ്ങൾ എഴുതുമ്പോൾ ജിയും ബിയും മാറിപ്പോകരുത്. ദാറ്റ് ഇസ് തൈറോസിൻ ബൈൻഡിങ് ഗ്ലോബുലിൻ ഇസ് TBG. നമ്മൾ തൈറോഗ്ലോബുലിൻ പഠിച്ചത് TGB ആയിരുന്നു. ഞാൻ അടുത്ത പിക്ചറിൽ അത് കാണിച്ചു തരാം. സോ ഈ T3 T4 അവരുടെ ഹെൽപ്പോട് കൂടി ബ്ലഡിനകത്ത് കൂടി അതിനെന്ത് ചെയ്യാൻ പറ്റും? സുഖമായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് പോകാൻ പറ്റും. കണ്ടോ, മാറിപ്പോകരുത്. രണ്ടാമത് പറഞ്ഞത് TBG, ദാറ്റ് ഇസ് ബൈൻഡിങ് ഗ്ലോബുലിൻ. ആദ്യത്തേത് തൈറോഗ്ലോബുലിൻ. മാറിപ്പോകരുത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിന്തസിസ്, സ്റ്റോറേജ്, റിലീസ് ആൻഡ് ട്രാൻസ്പോർട്ട്. ഇത്രയും കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി കേട്ട് നോക്കുക. ശരി, നെക്സ്റ്റ് വീഡിയോയിൽ ഞാനിതിൻ്റെ ആക്ഷൻസ് പറഞ്ഞു തരാം. താങ്ക് യു.